ഹായ് ഹലോ അസ്സലാമു അലൈക്കും. കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേര് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്താ ഇതുവരെ വീഡിയോസൊന്നും ഇടാത്ത വ്ളോഗും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ കുറേ പേര് കമൻസിൽ ആയിട്ടും മെസ്സേജായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരു വീഡിയോ ചെയ്തതിൽ നല്ല പോലെ ആ വീഡിയോ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ ഒത്തിരി ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ എന്നത്തേലും പോലെ രാവിലെ 6 മണിയാണ്. അപ്പോൾ 6 മണി ആ ഒരു ടൈമിൽ ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനാലകളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ, നല്ല വെളിച്ചമൊക്കെ വരട്ടെയെന്ന് വെച്ചിട്ട്. അപ്പോൾ രാത്രി നല്ല പെരും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല മഴയൊക്കെ അല്ലേ ഉണ്ടായത് രാത്രിയിൽ, അങ്ങനെയാണേ. അപ്പോൾ രാവിലെ ഒരു 5-5:30 മണിയോളം മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരമായി തുറന്നിട്ട്. അപ്പോൾ മുറ്റത്തൊക്കെ മൊത്തത്തിലൊന്ന് നനഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റടിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പണിപ്പെടും. എന്താ പറയുക, ഇലകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറച്ച് റിസ്ക് എടുത്ത പണിയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ രാത്രിയിൽ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതത് സ്ഥാനത്ത് എടുത്ത് വെക്കുന്നുണ്ട്. നല്ല മഴ പെയ്ത ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക, രാവിലെ എണീറ്റ് ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാന്നേ. അങ്ങനെ ഒരു മടിയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അന്ന് മൊത്തത്തിലൊന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മുട്ട പുഴുങ്ങിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും മുട്ട കഴിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് എന്നൊന്നും അപ്പം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. രാവിലെ അവർക്ക് കായ് പുഴുങ്ങിയതോ അല്ലെങ്കിൽ കായ് റോസ്റ്റ് ചെയ്തതോ മുട്ട പുഴുങ്ങിയതോ എന്തുണ്ടെങ്കിലും പ്രശ്നമില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമാണ്. ഞങ്ങളിവിടെ നേന്ത്രപ്പഴത്തിനെയാണ് കായ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കായ് എന്ന് പറയുമ്പം എന്തെന്ന് വിചാരിക്കില്ല. അപ്പോൾ കായ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നേന്ത്രപ്പഴത്തിനെയാണ് പറയുന്നത്. അങ്ങനെ വേഗം ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്താക്കട്ടെ. ഇന്ന് രാവിലെ എണീറ്റാൽ ഞാൻ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ചോറ് അടുപ്പത്ത് വെക്കലാണ്. അപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ചോറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ തലേദിവസം രാത്രിയിൽ നമ്മൾ റൈസ് കുക്കറിലാക്കി വെക്കുമല്ലോ തിളപ്പിച്ചിട്ട്, അത് രാവിലെ എടുത്ത് ഒന്ന് തിളപ്പിച്ച് വാർക്കലാണ്. ഇന്ന് കുട്ടികൾക്ക് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ, രാത്രിയിൽ കൊണ്ടുവന്ന പൊറോട്ട. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഇന്ന് പൊറോട്ടയാണ് കൊടുക്കുന്നുള്ളത്, ചോറ് കൊടുക്കുന്നില്ല. പിന്നെ മുട്ട പുഴുങ്ങിയതും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ എന്നും ചോറ് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പോഴോ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ എന്നും കൊടുക്കുമ്പോൾ എപ്പോഴും ചോറ് ഇടണ്ടെന്ന് പറയുന്നുണ്ട്. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ആദ്യം മുട്ട പുഴുങ്ങിയതൊക്കെ നല്ല പോലെ തിന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മടുത്തു. ഇപ്പോൾ എങ്ങനെയും ഒരെണ്ണം കഴിപ്പിച്ചാലായി, അല്ലെങ്കിൽ ഒരു ഹാഫ് കഴിക്കും, അങ്ങനെയാണ്. അവർക്ക് കുറച്ച് ദിവസം ഒരേ ഐറ്റംസ് കഴിച്ചാൽ വേഗം മടുക്കും കേട്ടോ, അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ മാറ്റിപ്പിടിക്കുന്നുണ്ട്. മുട്ട തന്നെ ആകുമ്പം നല്ലതല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഒരു മുട്ട എപ്പോഴും കഴിച്ചാൽ നല്ലതല്ലേ, കുട്ടികളായാലും വലിയവരായാലും. അങ്ങനെയാണ് മുട്ട തന്നെ കൂടുതലും ഡെയിലി കൊടുത്തുകൊണ്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഇടയ്ക്കൊന്ന് ചേഞ്ചാക്കി, അവർക്ക് മടുപ്പ് പോലെ തോന്നിയപ്പം ഇടയ്ക്ക് ഞാൻ മുട്ട ഒന്ന് സ്കിപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും പൊറോട്ടയും അതിലേക്ക് ഒരു ഹാഫായിട്ട് മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ ടിഫിനാണ്.
പൊറോട്ട ഇതുപോലെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നെങ്കിൽ കൊടുത്താൽ വേഗം കഴിക്കാൻ എളുപ്പമല്ലോ വെച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ അവർക്ക് പിച്ചി പിച്ചി കൊടുക്കുന്നത് ഇഷ്ടമേ അല്ല കേട്ടോ. അപ്പം ഞാൻ സ്കൂളിലേക്ക് കാണാതെ പിച്ചി പിച്ചി ഇടും. പൊറോട്ടയായാലും പത്തിരിയായാലും എന്തായാലും പിച്ചി പിച്ചി ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ പിച്ചാതെ കൊടുത്താൽ അവർ പെട്ടെന്ന് ബാക്കി കുട്ടികൾ കഴിച്ച് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് എണീറ്റ് വരും. അപ്പോൾ ടിഫിനിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മൂത്ത കുട്ടികൾക്ക് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയിലേക്ക്. പിന്നെ ബാക്കിയുള്ള 2 കുട്ടികൾക്ക് ഉപ്പ് പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. മഴയുടെ സൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. പിന്നെ സ്നാക്സ് ആയിട്ട് ആപ്പിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആപ്പിൾ എന്ന് വെച്ചാൽ ഫുള്ളൊന്നും കഴിക്കില്ല, ഒരു ചെറിയ ഒരു ഹാഫായിട്ടുള്ള ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, ഒരു ആപ്പിളിനെ ഞാൻ 2 പേർക്ക് അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ചെറിയ 2 കുട്ടികളുടെ ടിഫിൻ റെഡി ആയിട്ടുണ്ട്. അവരിപ്പോൾ പോകും കേട്ടോ. ആദ്യം അവരെന്നെ പോവും ഫസ്റ്റ്, പിന്നെ മൂത്ത മോള് പോകും കേട്ടോ, പിന്നെ 3ാമത്തെ മോള്. അങ്ങനെയാണ് പോവാറുള്ളത്. അവരുടെ വണ്ടി വേഗം വരും കേട്ടോ. 9 മണിയാകുമ്പം എല്ലാവരുടെ വണ്ടിയും വരും കേട്ടോ. പിന്നെ എല്ലാവരും പോകും. പിന്നെ ഞാൻ പുറത്ത് കിച്ചണിലേക്ക് ഒരു റാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങി വെച്ചിട്ട് വരാം. അപ്പോൾ ചോറൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെ കിച്ചണിലേക്ക് ഞാൻ കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചൊരു റാക്ക് കാണിച്ചു തരാം കേട്ടോ. കുറഞ്ഞ വിലയായാലും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സ്റ്റീലും നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് മീഷോന്നാണ്. അപ്പോൾ കുറഞ്ഞ വിലയിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറും 200 രൂപയാണ് ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ല രസമാണ്. നല്ല 6 ബോട്ടിലൊക്കെ പിടിക്കും കേട്ടോ 1 kgയുടെ. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക, നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ വീഡിയോ ഇപ്പോൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല രസമായിരുന്നു. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വാർത്തെടുക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് പണികളൊക്കെ തീർത്താൽ തന്നെ നമുക്ക് എത്രയോ ടൈം വെറുതെ ഇരിക്കാനുള്ള സമയം. പിന്നെന്താ, ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുള്ളത്. ഓൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും.